ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. കോംപ്ലക്സ് ലോജിക് ഫംഗ്ഷനുകൾ സൃഷ്ടിക്കാനായുള്ള നോർ ഗേറ്റുകളുടെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഞങ്ങളിവിടെ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നോളജും സ്കില്ലും മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഘട്ടം ഘട്ടമായുള്ള സമീപനത്തിലൂടെ നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ കാര്യക്ഷമമായി സമന്വയിപ്പിക്കുന്നതിനുള്ള അറിവ് നൽകി നിങ്ങളെ പ്രാപ്തരാക്കുന്നതിലേക്ക് ഞങ്ങൾ നിങ്ങളെ നയിക്കും. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: നോർ ഗേറ്റ് ഉപയോഗിച്ച് നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ നിർമ്മിക്കാൻ. നോർ ഗേറ്റ് ഉപയോഗിച്ച് നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളുകൾ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. നോർ ഗേറ്റിൽ നിന്ന് എങ്ങനെ നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ നിർമ്മിക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് താഴെ പറയുന്ന ടൂളുകളോ എക്യുപ്മെന്റുകളോ ആവശ്യമാണ്: റെഗുലേറ്റഡ് DC പവർ സപ്ലൈ 0 to 30 വോൾട്ട് 3 ആംപിയർ ഒരെണ്ണം, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, നോസ് പ്ലെയർ ഒരെണ്ണം. നമുക്കിനി പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്: ബ്രെഡ് ബോർഡ് ഒരെണ്ണം, IC 7402 രണ്ടെണ്ണം, മിനിയേച്ചർ ടോഗിൾ സ്വിച്ചുകൾ രണ്ടെണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്, റെസിസ്റ്റർ 330 ഓം 1/4 വാട്ട് CR25 ഒരെണ്ണം, LED 5mm ഒരെണ്ണം. ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് നോർ ഗേറ്റ് IC 7402 ഉപയോഗിച്ചുള്ള നാൻ ഗേറ്റിന്റെ നിർമ്മാണത്തിനുള്ള പ്രൊസീജിയറിലേക്കും ടെസ്റ്റിംഗിലേക്കും അതിന്റെ ട്രൂത്ത് ടേബിൾ പരിശോധനയിലേക്കും കടക്കാം. പ്രൊസീജിയറിലേക്ക് കടക്കുന്നതിന് മുൻപ് ലോജിക്കൽ സർക്യൂട്ട് എന്തെന്ന് നമുക്ക് നോക്കാം. ഇൻപുട്ട് A ഒരു നോർ ഗേറ്റുമായി കണക്ട് ചെയ്യുക. ഇൻപുട്ട് B മറ്റൊരു നോർ ഗേറ്റുമായി കണക്ട് ചെയ്യുക. ആ രണ്ട് നോർ ഗേറ്റുകളുടെ ഔട്ട്പുട്ടുകൾ ഒരു മൂന്നാമത് നോർ ഗേറ്റിന്റെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. മൂന്നാമത്തെ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു നാലാമത് നോർ ഗേറ്റിന്റെ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുക. ഈ നാലാമത്തെ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് നാൻഡ് ലോജിക് നൽകുന്നു. ഈ 4 നോർ ഗേറ്റുകളും ഒന്നിച്ച് ഇൻപുട്ടുകൾ ഇൻവേർട്ട് ചെയ്യുന്നു. നോർ ഇൻവേർഷനുകൾ വീണ്ടും ഇൻവേർട്ട് ചെയ്യുകയും അങ്ങനെ 4 മടങ്ങാക്കിയ ഇൻവേർഷനിലൂടെ നാൻഡ് ലോജിക് കൈവരിക്കുകയും ചെയ്യുന്നു. ഇനി പ്രൊസീജിയറിലേക്ക് കടക്കാം. തയ്യാറായി കഴിഞ്ഞാൽ ആവശ്യമായ കോമ്പോണന്റുകൾ എല്ലാം ശേഖരിക്കുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ് ബോർഡിൽ നല്ലപോലെ ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്നുള്ള ലിങ്കിംഗ് വയറുകൾ ബ്രെഡ് ബോർഡുമായി കണക്ട് ചെയ്യുക. തുടർന്ന് ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈയുമായി കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ നമ്പർ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ടോഗിൾ സ്വിച്ചുകളുടെ 2 ടെർമിനലുകളും പവർ സോഴ്സ്, ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്യുക. S1 രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നുകളുമായും S2 അഞ്ചാമത്തെയും ആറാമത്തെയും പിന്നുകളുമായും കണക്ട് ചെയ്യുക. ഇന്റർ കണക്ഷനുകൾ നിർമ്മിക്കാനായി പിൻ 1 പിന്നുകൾ 8മായും പിൻ 4 9മായും പിൻ 10 പിൻ 11 12മായും കണക്ട് ചെയ്യുക. ഇതിൽ ലഭിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് IC 7402യുടെ പിൻ 13 ലഭിക്കുന്നു. ഇനി നമ്മുടെ വിഷ്വൽ ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ചെയ്യുക. ഒരു റെസിസ്റ്റർ ICയുടെ ഔട്ട്പുട്ട് പിന്നുമായി, അതായത് പിൻ 13നോട് കണക്ട് ചെയ്യുക. ഇത് LEDയിലേക്കുള്ള കറന്റ് കുറയ്ക്കുന്നതിലൂടെ ഇവ കത്തിപ്പോകുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി LEDയുടെ ആനോഡ് റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡിൽ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം കാത്തോഡ് ഗ്രൗണ്ടുമായി അറ്റാച്ച് ചെയ്യുന്നു. പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് അസംബിൾ ചെയ്ത നിങ്ങളുടെ ഗേറ്റ് സർക്യൂട്ട് പരിശോധിക്കുക. ICയെ തകരാറിലാക്കുകയോ അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ഫംഗ്ഷനബിലിറ്റിയെ ബാധിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകളോ അല്ലെങ്കിൽ തെറ്റായ കണക്ഷനുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതിൽ ഇത് നിർണായകമാകുന്നു. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2 ലോ ആണോ എന്ന് പരിശോധിക്കുക.
ഇത് 00 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. ഈ LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നതായി കാണാം. ഇപ്പോൾ സ്വിച്ചുകൾ 01 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നതായി കാണാം. ഇപ്പോൾ സ്വിച്ചുകൾ 10 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നതായി കാണാം. അവസാനം സ്വിച്ചുകൾ 11 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ LED പ്രകാശിക്കുന്നില്ല. അതായത് 11 കോമ്പിനേഷനിൽ ഔട്ട്പുട്ട് 0 ആയി മാറുന്നു. അടുത്ത പ്രൊസീജിയർ NOR ഗേറ്റ് IC 7402 ഉപയോഗിച്ചുള്ള OR ഗേറ്റിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗും അതിന്റെ ട്രൂത്ത് ടേബിൾ പരിശോധനയുമാണ്. പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് ലോജിക്കൽ സർക്യൂട്ട് റിവ്യൂ ചെയ്യാം. ഇൻപുട്ട് AB ഒരു NOR ഗേറ്റ് 1മായി കണക്ട് ചെയ്യുക. ഇൻപുട്ട് AB നേരിട്ട് NOR ഗേറ്റുകൾ 2, 3 എന്നിവയോടെ യഥാക്രമം കണക്ട് ചെയ്യുക. NOR ഗേറ്റ് 1ന്റെ ഔട്ട്പുട്ട് NOR ഗേറ്റ് 2, 3 എന്നിവയോട് കണക്ട് ചെയ്യുക. NOR ഗേറ്റുകൾ 2, 3 എന്നിവയുടെ ഔട്ട്പുട്ട് NOR ഗേറ്റ് 4മായി കണക്ട് ചെയ്യുക. NOR ഗേറ്റ് 4ന്റെ ഔട്ട്പുട്ട് NOR ഗേറ്റ് 5മായി കണക്ട് ചെയ്യുക. NOR ഗേറ്റ് 5ന്റെ ഔട്ട്പുട്ട് ഒരു XOR ആയി പ്രവർത്തിക്കുന്നു. ഈ ലോജിക്കൽ സർക്യൂട്ട് ഒന്നിലധികം NOR ഗേറ്റുകളുടെ ഔട്ട്പുട്ടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു XOR ലോജിക് ഗേറ്റ് സൃഷ്ടിക്കുന്നു. 2 ഇൻപുട്ടുകൾ വ്യത്യസ്തമാകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എക്സ്ക്ലൂസീവ് OR കണ്ടീഷൻ ട്രൂ ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി പ്രൊസീജിയർ നോക്കാം. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. റഫറൻസിന് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ്ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തുവെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ടോഗിൾ സ്വിച്ചുകൾ പവറിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് S1 പിൻ 2ലും 5ലും S2 പിൻ 3ലും 9ലും കണക്ട് ചെയ്യുക. ഇന്റർ കണക്ഷനുകൾക്കായി സെക്കൻഡ് ACയുടെ പിൻ 1, പിൻ 6ഉം 8ഉമായും പിൻ 4, പിൻ 11ഉമായും പിൻ 10, പിൻ 12ഉമായും പിൻ 13, പിൻ 2ഉം 3ഉമായും കണക്ട് ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ട് IC 7402യുടെ പിൻ 1ൽ നിന്നും എടുക്കുന്നു. ICയുടെ ഔട്ട്പുട്ട് പിന്നിനോട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക. LEDയും കണക്ട് ചെയ്യുക. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം ഫൈവ് വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2ൽ ലോ നിലയിലാണോ എന്ന് പരിശോധിക്കുക. ഇത് 00 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു.
ഈ 00 കോമ്പിനേഷനു വേണ്ടി LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 01 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക. നിങ്ങൾക്ക് കാണാം LED പ്രകാശിക്കുന്നു. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ XOR ഗേറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇപ്പോൾ സ്വിച്ചുകൾ 10 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED നിരീക്ഷിക്കുക. അവസാനം സ്വിച്ച് 11 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് 0 ആയി മാറുന്നു. അതായത് LED പ്രകാശിക്കുന്നില്ല. അവസാനമായി NOR ഗേറ്റ് IC7402 ഉപയോഗിച്ചുകൊണ്ടുള്ള XOR ഗേറ്റിന്റെ നിർമ്മാണവും ടെസ്റ്റിംഗും ട്രൂത്ത് ടേബിൾ പരിശോധനയുമാണ്. നമുക്ക് ലോജിക്കൽ സർക്യൂട്ട് റിവ്യൂ ചെയ്യാം. ഇൻപുട്ട് AB ഒരു NOR ഗേറ്റ് 1 കണക്ട് ചെയ്യുക. ഇൻപുട്ട് AB നേരിട്ട് NOR ഗേറ്റുകൾ 2, 3 എന്നിവയോടെ യഥാക്രമം കണക്ട് ചെയ്യുക. NOR ഗേറ്റ് 1ന്റെ ഔട്ട്പുട്ടുകൾ NOR ഗേറ്റ് 2, 3 എന്നിവയോട് കണക്ട് ചെയ്യുക. NOR ഗേറ്റുകൾ 2, 3 എന്നിവയുടെ ഔട്ട്പുട്ട് ഗേറ്റുകൾ 4 കണക്ട് ചെയ്യുക. NOR ഗേറ്റ് 4ന്റെ ഔട്ട്പുട്ട് XOR ഗേറ്റായി പ്രവർത്തിക്കുന്നു. ഈ ലോജിക്കൽ സർക്യൂട്ട് ഒന്നിലധികം NOR ഗേറ്റുകളുടെ ഔട്ട്പുട്ടുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു XNOR ലോജിക് ഗേറ്റ് സൃഷ്ടിക്കുന്നു. 2 ഇൻപുട്ടുകളും ഒരേപോലെയാകുമ്പോൾ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എക്സ്ക്ലൂസീവ് NOR കണ്ടീഷൻ ട്രൂ ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി പ്രൊസീജിയർ നോക്കാം. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുക. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ് ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ് ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി ICയുടെ 14ാമത്തെ പിൻ +5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് കണക്ട് ചെയ്യുക പിൻ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തതായി ടോഗിൾ സ്വിച്ചുകളുടെ 2 ടെർമിനലുകളും പവർ, ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്ത് ഇൻപുട്ട് A ആയി സ്വിച്ച് S1 പിൻ 2ൽ കണക്ട് ചെയ്യുക. S2 മൂന്നാമത്തെ പിന്നിലേക്കും. ഇന്റർ കണക്ഷൻ നിർമ്മിക്കുന്നതിനായി പിൻ 2 പിൻ 5 പിൻ 3 9 പിൻ 1 പിൻ 6 8 പിൻ 4 പിൻ 11 പിൻ 10 പിൻ 12 കണക്ട് ചെയ്യുക. ഫൈനൽ ഔട്ട്പുട്ട് പിൻ 13ൽ നിന്ന് ലഭിക്കും. IC ഔട്ട്പുട്ട് റെസിസ്റ്റർ ഉള്ള ഒരു LEDയോട് കണക്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ച് S1 ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2 എന്നിവ ലോ അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ഇത് 00 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. ഈ 00 കോമ്പിനേഷനു വേണ്ടി LED പരിശോധിക്കുക. LED പ്രകാശിക്കുന്നതായി കാണാം. ഇപ്പോൾ സ്വിച്ചുകൾ 01 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED നിരീക്ഷിക്കുക. ഇപ്പോൾ ഔട്ട്പുട്ട് 0, അതായത് LED പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 10 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED നിരീക്ഷിക്കുക. LED പ്രകാശിക്കുന്നില്ല. അവസാനം സ്വിച്ചുകൾ 11 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് 1 ആയി മാറുന്നു. അതായത് LED പ്രകാശിക്കുന്നതായി കാണാം. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നാം പഠിച്ചത്
നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ എങ്ങനെ നോർ ഗേറ്റ് IC ഉപയോഗിച്ച് നിർമ്മിക്കുന്നു, നോർ ഗേറ്റുകൾ ഉപയോഗിച്ച് നാൻഡ്, എക്സോർ, എക്സ്നോർ ഗേറ്റുകൾ പ്രാപ്തമാക്കലും അവയുടെ ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കലും. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.